പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സജീവ് പറഞ്ഞ് വിക്രത്തിനെയും വേദയും കൊണ്ട് എല്ലാം സമ്മതിപ്പിക്കുന്നുണ്ട്. അവരവിടുന്ന് രാത്രിയിൽ തന്നെ യാത്ര തിരിക്കുന്നുണ്ട്. സജീവിന് അറിയാവുന്ന ഒരു ലോറി ഡ്രൈവറിൻ്റെ വണ്ടിയിലാണ് കയറി അവർ നേരെ ഇടുക്കിക്ക് പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ മാത്രമേ വിളിക്കാവൂ, വേറൊരു നമ്പറിലേക്ക് വിളിക്കല്ലേ എന്ന് സജീവ് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അനിയും കുട്ടനെയും വിക്രത്തെയും വേദയും അവിടുന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ നേരം വിളക്കുമ്പോഴത്തേക്ക് ഇടുക്കിയിലെത്തുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും ജീപ്പ് കയറി വേണം സജീവ് പറഞ്ഞ വർഗീസിൻ്റെ അടുത്തെത്താൻ. അങ്ങനെ വിക്രവും വേദയും അവിടുന്ന് വീണ്ടും ജീപ്പിൽ കയറുകയാണ്. ജീപ്പിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു മാമനാണെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്ന് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് ദൂരെ നിന്നാണെന്ന് വിക്രം പറയുന്നുണ്ട്. അല്ല, ഒളിച്ചോടി എങ്ങാനും വരികയാണോ അതോ വീട്ടുകാർ അടിച്ചിറക്കി വിട്ടുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോൾ വേദ ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ഇങ്ങനെ ദേഷിച്ച് പറയാൻ വരുമ്പോൾ വേദ ഒന്നും പറയല്ലേ എന്ന് കാണിക്കുകയാണ്. എന്താ ചോദിച്ചു കേട്ടില്ലേ, രണ്ടുപേരെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടുകയാണോ അതോ സ്നേഹിച്ച് ഒളിച്ചോടിയാണെന്ന് ചോദിക്കുകയാണ്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രവും വേദയും ഒന്നും മിണ്ടായിരിക്കുകയാണ്. അനിയൻകുട്ടൻ പക്ഷെ അടുത്ത് തന്നെയുണ്ട്. അനിയൻകുട്ടന് പേടിച്ച് ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ അവർ നേരെ എത്തുന്നത് ഒരു പള്ളിയടുത്താണ്. കുറേ ആൾക്കാരും സിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കാണ് വിക്രമും വേദയും അന്വേഷിച്ചു വന്ന് ഗീവർഗീസിനെ തിരക്കുന്നത്. അപ്പം അവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാമെന്ന് ഒരാൾ പറയുന്നുണ്ട്. അങ്ങനെ ഗീവർഗീസിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഗീവർഗീസിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഈ വർഗീസ് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ സജീവ് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, അതെ, സജീവ് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാ. ആ, വിക്രവും വേദയും അല്ലേ? എന്നോട് കാര്യങ്ങളെല്ലാം സജീവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് നിൽക്കേ, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമല്ലോ, അച്ഛനോടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗീവർഗീസ് പറയുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ശരി എന്നെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാം, പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ വിക്രവും വേദയും അനിയൻകുട്ടനും കൂടെ അവിടെ നിൽക്കുകയാണ്. ഗീവർഗീസ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പം അച്ഛൻ ചോദിക്കണം, എന്താ ഗീവർഗീസേ? അതച്ഛാ, അവർ അങ്ങ് കുറേ ദൂരെ നിന്ന് വരുന്നതാണ്, എനിക്ക് പരിചയമുള്ളവരാണ്. അവർ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാനാണ് വന്നിരിക്കുന്നത്. അച്ഛനോട് കാര്യം പറഞ്ഞ് അനുവാദം വാങ്ങിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയാണ്. നമ്മുടെ ആ തോട്ടത്തിലുള്ള വീട് കൊടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പം അച്ഛൻ പറയാണ്, ഞാൻ മേടയിൽ വരുന്നപ്പം കണ്ടായിരുന്നു രണ്ടുപേര് വന്ന് നിൽക്കുന്നത്. എന്തായാലും അവർ ഇത്രയും ദൂരം വന്നേയില്ലേ, അവർ കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ. എന്നിട്ട് അവരെ നോക്കിയിട്ട് അച്ഛനിങ്ങനെ പറയുകയാണ്, ഈ വർഗീസേ, ആ നിൽക്കുന്നത് അത്ര പന്തിയല്ലല്ലോ, എനിക്കത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം ഈ വർഗീസ് പറയുന്നുണ്ട്, അച്ഛാ, അവർ കുഴപ്പക്കാരൊന്നുമില്ല, അവർ വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്ന് പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, അവർക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവരുടെ പിന്നാലെയാണ് പ്രശ്നങ്ങൾ. ഇവിടെയും ആ പ്രശ്നങ്ങൾ അവരെ വിട്ടൊഴിയുമെന്ന് തോന്നില്ല, ഇവിടെയും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് അച്ഛൻ പറയാണ്. അപ്പോൾ വർഗീസ് പറയാണ്, അച്ഛാ, എനിക്കറിയാവുന്നവരാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി ശരി എന്നെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് അച്ഛൻ പറയുകയാണ്. അങ്ങനെ വർഗീസ് ആണെങ്കിൽ അവിടുന്ന് നേരെ വിക്രത്തിനെ എടുത്തിട്ട് വരികയാണ്. എന്നാൽ നമുക്ക് പോവാം, അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് കാണിച്ചു തരാം, വിദേശ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ വീടൊന്നുമില്ല, ഇവിടെ ഇങ്ങനെയുള്ള വീടൊക്കെ കിട്ടത്തുള്ളൂ എന്നറിയാലോ. വേദ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര വലിയ സൗകര്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞു കൂടിയാൽ മതി എന്ന് വേദ പറയുന്നുണ്ട്. എന്നെങ്കിൽ ശരി വാ എന്നും പറഞ്ഞുകൊണ്ട് ജീപ്പിലാണെങ്കിൽ വർഗീസ് അവരെ മൂന്നുപേരെയും കയറ്റുന്നുണ്ട്. അങ്ങനെ ഈ തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലെത്തുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വേദ ഇറങ്ങുന്നുണ്ട്. വിക്രമാണെങ്കിൽ അനിയൻകുട്ടനെയും പിടിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതാണ് നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ ഒരുക്കിയ വീട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ വീട്ടിലേക്ക് കയറുകയാണ്. കയറുമ്പോഴത്തേക്ക് വിക്രം അനിയൻകുട്ടനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അകത്ത് കൊണ്ടുവന്ന് അനിയൻകുട്ടനെ അവിടെ ഇരുത്തുമ്പോഴും അനിയൻകുട്ടൻ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ കൊല്ലും, അവരിനിയും വരും, അവർ കൊല്ലും എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രം പോകാനോട്ടൊരുങ്ങുമ്പോഴത്തേക്ക് അനിയൻകുട്ടൻ പെട്ടെന്ന് വിക്രത്തെ കൈ കയറി പിടിക്കുകയാണ്. അപ്പം എന്താടാ എന്ന് ചോദിക്കുകയാണ്. എന്നാ അനിയൻകുട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അനിയൻകുട്ടൻ പറയാണ്, അവർ കൊല്ലും, അവർ ഇനിയും വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. വിക്രമാണെങ്കിൽ അനിയൻകുട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആരും വരത്തില്ല, നിൻ്റെ കൂടെ ഞാനില്ലേ, ഞാനുള്ളപ്പോൾ നിന്നെ ആരും കൊണ്ടുപോകാൻ, ആരും കൊല്ലാനൊന്നും വരത്തില്ല എന്നും പറഞ്ഞിട്ട് വിക്രം അനിയൻകുട്ടനെ ചേർത്ത് വെച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ വർഗീസ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുക്കുന്നുണ്ട് വേദയ്ക്കും വിക്രത്തിനും. അതിനുശേഷം വർഗീസ് പോവുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വർഗീസ് പോവുകയാണ്. അങ്ങനെ വിക്രവും വേദയും ആ മലഞ്ചെരുവിൽ പുതിയൊരു ജീവിതം തുടങ്ങിയാണ്.